ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. മക്കളെ, കുട്ടികളുടെ പരീക്ഷക്കാലമൊക്കെ വരികയായി അല്ലേ? അപ്പൊ പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അന്നത്തെ കുട്ടികളെ, പക്ഷെ പഠിച്ചതൊക്കെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴാണ് മറക്കുക. പിന്നെ കുട്ടികൾക്ക് എന്താ എഴുതേണ്ടതെന്നാണ് മുഴുവനായിട്ട് ഓർമ്മ കിട്ടില്ല. അപ്പൊ അങ്ങനെ പല അമ്മമാരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടാനും നല്ല ബുദ്ധിശക്തി ഉണ്ടാവാനും പരീക്ഷയിൽ ഉന്നത വിജയത്തോട് കൂടിയിട്ടാണ്, ഉന്നത മാർക്ക്, നല്ല മാർക്കോട് കൂടി പാസ്സായാലേ ഉള്ളൂ അല്ലേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. അങ്ങനെ മാർക്ക് കിട്ടാനും ഒക്കെ നമുക്കൊരു തടസ്സം ഇല്ലാതെ പരീക്ഷ എഴുതാനും കൂടി സാധിക്കണമല്ലോ മക്കൾക്ക്. അതിനൊക്കെ നമുക്ക് അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിക്കാണ്ട്, അങ്ങനെ ഒരു വഴിപാട് നിങ്ങൾ കഴിച്ചു നോക്ക്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ മക്കൾ ഉന്നത മാർക്കോട് കൂടി പാസ്സാണത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാനാണ് അമ്മ ഒന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള വഴിപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയോ അറിയില്ല, നമ്മളെ അങ്ങാടിപ്പുറത്തുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു മാണിക്യപുരം ക്ഷേത്രം. അവിടെ പോയിട്ട് നിങ്ങളൊരു സാരസ്വത പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ, സൂക്ത പുഷ്പാഞ്ജലി അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിച്ചതൊക്കെ നന്നായി ഓർമ്മ കിട്ടും ചെയ്യും. ഉന്നത മാർക്കോട് കൂടി അവർക്ക് പാസ്സാവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ കഴിപ്പിച്ച കുട്ടികളൊക്കെ നന്നായി നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഇനി അത് നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ കഴിപ്പിച്ചാലും മതി. അവിടെ ചെന്ന് നിങ്ങൾ തിരുമേനിയോട് പ്രത്യേകം പറയുക, തലേ ദിവസം പോയിട്ട് പറയുക, അങ്ങനെ മോൻ അല്ലെങ്കിൽ മോളെ ഇന്ന ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഉന്നത വിജയം കിട്ടണം, അപ്പൊ സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ തലേ ദിവസം പറയേണ്ടി വരും. ഒരുവിധം ഞാൻ പോണ അമ്പലത്തിലൊക്കെ അന്നന്ന് പോയി പറയേണ്ടതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇനി വല്ല അമ്പലത്തിലും അതില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം അവിടുത്തെ കോണ്ടാക്ട് നമ്പറൊക്കെ ഒന്ന് മേടിച്ചിട്ടേ ഒന്ന് ബുക്ക് ചെയ്തിടുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എങ്കിലും നമ്മളെ മക്കളുടെ ഒരു കാര്യത്തിനല്ലേ രക്ഷിതാക്കൾ അത്രത്തോളെങ്കിലും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കണ പെന്നും പെൻസിലും ഒക്കെ ഉണ്ടല്ലോ മക്കളെ, അത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നല്ലൊരു ശുഭകാര്യാണ് കേട്ടോ. നിങ്ങൾക്ക് സാധിക്കിച്ചാൽ നിങ്ങളെ കുട്ടികൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണ പെന്നും പെൻസിലുകളും കുറച്ചെടുത്തിട്ട് നിങ്ങളൊരു ഇതിൽ പൊതിഞ്ഞിട്ട്, ഒരു കടലാസിലാണ്, പ്ലാസ്റ്റിക്കിലൊന്നും പൊതിഞ്ഞ് അങ്ങടെ അമ്പലത്തിലേക്ക് കൊണ്ടുവരുത് കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞ് തിരുമേൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂജിച്ചു തരും, പെന്നും പെൻസിലും ഒക്കെ. എങ്കിലും അവർക്ക് അറിയാലോ, സരസ്വതി ദേവി, സരസ്വതി സങ്കല്പമാണ് കേട്ടോ നമ്മളെ പേനയ്ക്കൊക്കെ. പേനയുടെ തുമ്പ് കൂടെ വേണമല്ലോ നമ്മൾക്ക് എഴുതാൻ പെൻസിലിന്റെ. അപ്പൊ നമുക്ക് സരസ്വതി സങ്കല്പമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് പരീക്ഷയിൽ എഴുതാനൊക്കെ കിട്ടും മക്കളെ. പൂജിച്ച് വാങ്ങുകയാണെങ്കിൽ ഇനി അമ്പലത്തിൽ പോയി പൂജിക്കാൻ സാധിക്കാത്തവരുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവരൊന്നും പേടിക്കാല്ല. നമ്മൾ വിളക്ക് വെക്കണോടത്തേ കുട്ടികളുടെ പെന്നും പെൻസിലും വെക്കുക, ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുക തീർത്ഥജലമായിട്ട്. അതിലൊരു തുളസി കതിര് ഇടുക. അതുകൊണ്ട് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുളസി കൊണ്ട് ആ കിണ്ടിയിലെ തീർത്തെടുത്തിട്ട് നമ്മളിങ്ങനെ കുട്ടികളുടെ പെന്നിലും പെൻസിലിലും ഒക്കെ തളിച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങോട്ട് എടുക്കുക. എങ്കിലും അത് പൂജിച്ച ഫലം തന്നെയാണ് കേട്ടോ കിട്ടണതേ. പിന്നെ നമ്മളുടെ വിദ്യയുടെ മൂർത്തിയാണ് കേട്ടോ, വിദ്യാദക്ഷിണാമൂർത്തി എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ അമ്പലങ്ങളിൽ പോയിട്ട് നിങ്ങളൊരു നെയ്വിളക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എങ്കിലും കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ മറക്കരുത്, നമ്മളെ വിഘ്നേശ്വരനെ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. തടസ്സങ്ങളില്ലാതെ നമ്മളെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കണ്ടേ. ഒരു പനി പിടിച്ചാൽ കഴിഞ്ഞു മക്കളെ. ഇപ്പൊ കാലാവസ്ഥ തീരെ ശരിയല്ല, എല്ലാ വീട്ടിലും ജലദോഷവും പനിയുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഈ പരീക്ഷക്കാലത്ത് ഒരു അസുഖങ്ങളും പിടിക്കാതെ പരീക്ഷ ഹാളിൽ പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്താലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതിന് സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭഗവാന് പ്രത്യേകിച്ച് നമ്മളെ വിഘ്നേശ്വരന് ഒരു കറുകമാല, ഒരു നാളികേരം കൊണ്ടുപോയി ഉടക്കി അവരുടെ പേരിൽ ഒരു നാളികേരം കൊണ്ടുപോയി ഉടക്കും ചെയ്യുക. ഒരു കറുകമാലി നിങ്ങൾ വിഘ്നേശ്വരനും കൊണ്ടുപോയി ഉടയ്ക്കാൻ മറക്കരുത്. അതുപോലെ കറുകമാല ചാർത്താൻ നിങ്ങൾ മറക്കരുത്. അത് എങ്ങനെ വേണം, നമ്മളുടെ കുട്ടികളുടെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ നാളും പേരും പറഞ്ഞിട്ട് വേണം ഈ വഴിപാടുകൾ മുഴുവൻ ചെയ്യാൻ. കാരണം സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ നാളും പേര് പറഞ്ഞിട്ട് വേണം കഴിപ്പിക്കാൻ കേട്ടോ. അതേപോലെ തന്നെ കറുകമാലയ്ക്കാണെങ്കിൽ നമ്മളെ കുട്ടികളെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ നാളും പേരും പറഞ്ഞിട്ട്, അതുപോലെ വിദ്യാദക്ഷിണാമൂർത്തിക്ക് നമ്മൾ നെയ്വിളക്ക് കഴിപ്പിക്കുമ്പോൾ നമ്മളെ മക്കളെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ നാളും പേരും പറഞ്ഞിട്ട്. അത് പറയാതെ നിങ്ങൾ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിനത്ര ഫലം കിട്ടില്ല. അതുപോലെ തന്നെ മനസ്സൊരുക്കി നമ്മൾ അമ്മമാര് തന്നെ വേണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലേ. 16 വയസ്സ് വരെ നമ്മളെ അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർ തന്നെ പ്രാർത്ഥിച്ച് അവർ തന്നെ പോയാൽ മതി. അല്ലാത്തവരെ അമ്മമാരോ അച്ഛന്മാരോ കൂടെ പോയിട്ട് കുട്ടികളെയും കൊണ്ടുപോയി തൊഴുകിക്കണം കേട്ടോ.
അപ്പോൾ ഈ പരീക്ഷാകാലത്ത് ഈ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയത്തോടു കൂടി പാസ്സാവാൻ സാധിക്കട്ടെ, പരീക്ഷ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോണ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ ഈ വഴിപാടുകളൊക്കെ അവര് അമ്പലത്തിൽ പോയി കഴിപ്പിക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അനാബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.